അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമവും സംഘാടനവും സ്ഥാപനവും എല്ലാം അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ഇതിൻ്റെ ശില്പിയും നമ്മുടെ നേതാവും ഈ കാലഘട്ടത്തിൽ നമ്മുടെ അവസാന വാക്കുമായ സുൽത്താനുൽ ഉലമ ഉസ്താദ് അവർക്ക് അല്ലാഹു ആഫിയത്തും സിഹത്തുമുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ തണൽ ഈ ഉമ്മത്തിന് ഇനിയും ഒരുപാട് കാലം അല്ലാഹു തആല നീട്ടിത്തരട്ടെ. നമ്മെ നയിച്ചും താലോലിച്ചും പരിപാലിച്ചും അറിവ് പകർന്നും നമ്മുടെ ഗുരുവര്യന്മാരായി ഈ സ്ഥാപനത്തിൽ സേവനം ചെയ്തു കഴിഞ്ഞുപോയ ഒരുപാട് മഹത്തുക്കളുണ്ട്. അവരുടെ എല്ലാവരുടെയും പദവി അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മയും അല്ലാഹു സ്വർഗീയ വസന്തത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മർക്കസുൽ ഇൽം, വിജ്ഞാനത്തിൻ്റെ ആസ്ഥാനം, മർക്കസുൽ മഅരിഫ, അറിവിൻ്റെ കേന്ദ്രം, മർക്കസു സഖാഫ, സംസ്കാരത്തിൻ്റെ തലസ്ഥാനം, നാമകരണം പോലെ ഒരു സമുദായത്തെ നയിക്കുകയും പരിപാലിക്കുകയും ചെയ്ത വർത്തമാന കാലഘട്ടത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആഗോള സാരഥ്യങ്ങളുടെ സാന്നിധ്യമുള്ള മഹത്തായ സ്ഥാപനത്തിൻ്റെ അങ്കണത്തിലാണ് നാം ഒത്തുകൂടിയിട്ടുള്ളത്. ആത്മീയമായ അറിവിൻ്റെ പ്രാധാന്യവും അതാർജിക്കുന്നതിൻ്റെ അനുഭവങ്ങളും കൂടുതലായി പറയേണ്ട ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. പൊതുവിദ്യാഭ്യാസത്തെയും മതവിദ്യാഭ്യാസത്തെയും ചിലപ്പോൾ മതവിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി അറിഞ്ഞിരിക്കേണ്ട വിജ്ഞാനങ്ങളെയും വേർതിരിച്ചും പിന്നെ യോജിപ്പിച്ചും പുതിയ കാല വൈജ്ഞാനിക വിചാരങ്ങളെ കൂടുതലായി ഉൾക്കൊണ്ട് പുതിയ കാലത്തോട് സംവദിക്കാൻ പറ്റുന്ന ആലിമുകളെ ഈ സ്ഥാപനം സമർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം ഇടയിൽ മഹാന്മാരായ നമ്മുടെ ഗുരുവര്യന്മാർ പകർന്നു തന്ന വിജ്ഞാനത്തിൻ്റെ ആത്മീയ രസത്തെ അനുഭവിക്കാനും പകർപ്പുകളായി ലഭിക്കേണ്ട ചര്യകളെ മറക്കാതിരിക്കാനുമുള്ള ചില ഓർമ്മപ്പെടുത്തലുകളാണ് അല്പസമയം ഉദ്ദേശിക്കുന്നത്. വിജ്ഞാനം എന്നത് ചില സ്ഥിതിവിവരങ്ങളുടെ ബോധ്യമോ വർത്തമാനകാല വൃത്താന്തങ്ങളുടെ വായനയോ അക്ഷരക്കൂട്ടുകളുടെ സമാഹാരമോ എന്ന് കേവലമായി നമുക്ക് പറഞ്ഞു വെക്കാൻ കഴിയില്ല. നമ്മുടെ സ്ഥാപനങ്ങളിലൂടെ പകർന്നു കൊടുക്കുന്ന വിജ്ഞാനം ആത്മാവിനെ ഉണർത്താനും ആത്മാവിനെ ആകാശത്തേക്ക് ഉയർത്താനും
ആത്മാവിനെ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളിലേക്ക് ചേർത്ത് വെക്കാനും എല്ലാത്തിലും ഉപരിയായി ലോകാധിപനായ അള്ളാഹുവിനെ അറിഞ്ഞ് വിനീത വിധേയനായ ഒരു ദാസനാകാനുള്ള സമഗ്ര പ്രക്രിയയാണ് ആത്മീയ വിജ്ഞാന സമ്പാദനം. പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി ഉലൈക ഹും ഖൈറുൽ ബരിയ. വിശ്വസിക്കുകയും സൽക്കർമ്മം ചെയ്യുകയും ചെയ്ത ആളുകൾ അവരാണ് ശ്രേഷ്ഠർ. അള്ളാഹുവിനെ വേണ്ട പോലെ അറിയുകയും ശരിയായ വിധത്തിൽ വിശ്വസിക്കുകയും ഒരടിമയെന്ന നിലയിൽ അനുഷ്ഠിക്കേണ്ട ആരാധനകളെ കൃത്യമായി നിർവഹിക്കുകയും ചെയ്യുന്നവർ അവരാണ് ശ്രേഷ്ഠരായ ആളുകൾ. അങ്ങനെ ഒരു ഖൈറുൽ ബരിയക്ക് അല്ലാഹു തആല എന്താണ് നൽകുക? ജസാഉഹും ഇൻദ റബ്ബിഹിം ജന്നാത്തു അദ്നിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ അബദാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുന്നത് അനന്തമായ പറുദീസയാണ്, ആകുലതകളില്ലാത്ത സ്വർഗീയ വസന്തമാണ്, അരിഷ്ടതകളില്ലാത്ത ഉദ്യാനങ്ങളുടെ സന്തോഷമാണ്. ഭൗതിക ജീവിതത്തിൻ്റെ യാതൊരു പ്രതിസന്ധികളും നേരിടേണ്ടാത്ത, സങ്കല്പിക്കാനോ വരയ്ക്കാനോ എഴുതാനോ രേഖപ്പെടുത്താനോ ആവാത്ത ഒരു മഹാജീവിതം. ഇവിടെയുള്ള ഒരു സൗകര്യങ്ങളോടും സ്വർഗത്തെ സാമ്യപ്പെടുത്താനാവില്ല. ഇവിടുത്തെ ഒരു വിഭവങ്ങളോടും സ്വർഗീയ വിഭവങ്ങളെ ചേർത്തു പറയാൻ കഴിയില്ല. ഇവിടെയുള്ള ഒരു ശാരീരിക അനുഭവങ്ങളോടും സ്വർഗീയ അനുഭവങ്ങളെ ചേർത്തു വെക്കാൻ കഴിയില്ല. ഇവിടെയുള്ള ഒരു ആത്മീയ രസങ്ങളോടും സ്വർഗീയ ജീവിതത്തിൻ്റെ ആത്മീയ രസത്തെ തുല്യതപ്പെടുത്താനാവില്ല. യാതൊരു വിധേനയും ഇതുപോലെ എന്ന് പറയാനാവാത്തതിനപ്പുറമുള്ള ഒരു മഹാജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസവും സൽക്കർമ്മവും ഉള്ളവർക്ക് ഒരുക്കി വച്ചിരിക്കുന്നു. താഴ്വാരങ്ങളിലൂടെ അരുവിയൊലിക്കുന്ന ഉദ്യാനങ്ങൾ, അരുവിയുടെ ഓരത്തുള്ള ഉദ്യാനങ്ങൾ എപ്പോഴും പച്ചപ്പുണ്ടാകും, എപ്പോഴും പുഷ്പിച്ചു നിൽക്കും, എപ്പോഴും കായ്കനികളാൽ ഹരിതാഭമായിരിക്കും. അങ്ങനെയുള്ള മനോഹര ഉദ്യാനമെന്ന് താൽക്കാലികം നിങ്ങൾക്ക് ഒരു സാമ്പിൾ പറഞ്ഞു തരാൻ, റളിയല്ലാഹു അൻഹും വറളൂ അൻ, അല്ലാഹുവിലേക്ക് എത്തിച്ചേരുന്ന, സ്വർഗീയ വസന്തത്തിലേക്ക് എത്തിച്ചേരുന്ന ആളുകളോട് അല്ലാഹുവിന് തൃപ്തിയാണ്. എത്തിച്ചേരുന്ന ആളുകൾ അല്ലാഹുവിൽ പൂർണ്ണ തൃപ്തരാണ്. അങ്ങനെയുള്ള മനോഹരമായ ഉദ്യാനത്തിലേക്കുള്ള വഴിയാണ് അൽ ഈമാൻ വൽ അമലു സ്വാലിഹ്. ശരിയായ വിശ്വാസവും അനുസൃതമായ അനുഷ്ഠാനങ്ങളും. അത് രണ്ടും ചേർന്ന് നിൽക്കുമ്പോഴാണ് ഒരാൾക്ക് ജയിക്കാനാവുക. ഈ സൂക്തത്തിന്റെ അവസാനം പറയുന്നത് ذَلِكَ لِمَنْ خَشِيَ رَبَّهُ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അനുഗ്രഹങ്ങളുടെ സാകല്യം മുഴുവനും ഒരുക്കി വച്ചിരിക്കുന്നത് ആർക്കു വേണ്ടിയാണ്? ലിമൻ ഖശിയ റബ്ബഹ്, അവന്റെ റബ്ബിനെ വേണ്ട പോലെ വിശ്വസിച്ച് കൽപ്പനകളെ ഗൗരവത്തോടെ സ്വീകരിച്ച് വിരോധങ്ങളെ തിരിച്ചറിഞ്ഞ് വിട്ടുനിന്ന് അള്ളാഹുവിനെ അറിയുന്ന ആളുകൾക്ക് വേണ്ടി ഒരുക്കി വെച്ചതാണ്. ആ സ്വർഗീയ വസന്തത്തിൽ ഉന്നത സ്ഥാനം ലഭിക്കാൻ എന്തു ചെയ്യണം? ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ.
അള്ളാഹുവിനെ ഏറ്റവും ഖശിയത്ത് വെക്കുന്നവർ, ലിമൻ ഖശിയ റബ്ബ എന്ന കാറ്റഗറിയിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്നവർ അവരാരാണ്? അറിവിനെ ആർജിച്ചവർ, അനുസൃതമായി അനുഷ്ഠാനങ്ങളെ നിർവഹിച്ചവർ, അള്ളാഹുവിന്റെ കൽപ്പനകൾക്കൊപ്പം സഞ്ചരിച്ചവർ. അവർക്കാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ അനുഗ്രഹങ്ങളെല്ലാം വെച്ചിരിക്കുന്നത്. ഇമാം മുസ്ലിം നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിലേക്ക് വരാം. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ദുനിയാവിലെ എല്ലാ അനുഗ്രഹങ്ങളും ഹാജരാക്കപ്പെടും. മിൻ അഹ്ലിൻ നാരി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ നരകാവകാശികളായ ആളുകളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലെ മുഴുവൻ സുഖ സൗകര്യങ്ങളെയും അനുഭവിച്ച ആളുകളെ ഹാജരാക്കും. ഫയുസ്ബഗു ഫിന്നാരി സ്വബഗ, അവരെ നരകത്തിലേക്കൊന്ന് മുക്കും. എന്നിട്ട് ചോദിക്കപ്പെടും, യബ്ന ആദം ഹൽ റഅയ്ത ഖൈറൻ ഖത്തു ഹൽ മർറ ബിക നഈമുൻ ഖത്തു ഫയഖൂൽ ലാ വല്ലാഹി യാ റബ്ബ്, നിനക്കേതെങ്കിലും അനുഗ്രഹങ്ങളെ അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നിനക്കേതെങ്കിലും സൗകര്യങ്ങളെ ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നിനക്കേതെങ്കിലും ഉദ്യാനങ്ങളിലൂടെ ഉലാത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? നിനക്കേതെങ്കിലും താഴ്വരകളിലൂടെ ആസ്വാദ്യമായി അല്ലെങ്കിൽ ആസ്വാദ്യതയോടെ നടക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും അനുഗ്രഹങ്ങൾ അനുഭവിക്കാൻ നിനക്ക് നിയോഗം ലഭിച്ചിട്ടുണ്ടോ? ഈ ലോകത്തെ എല്ലാ അനുഗ്രഹങ്ങളും അനുഭവിച്ച് ഏറ്റവും ഉയർന്ന കൊട്ടാരങ്ങളിൽ ജീവിച്ച് ഏറ്റവും നല്ല സൗകര്യങ്ങൾ അനുഭവിച്ച് ഇവിടെ ലഭിക്കാവുന്ന വിഭവങ്ങളെ അതിൻ്റെ പാരമ്യതയിൽ സ്വീകരിക്കാൻ കഴിഞ്ഞ ആളുകൾ, അവരെ അള്ളാഹുവിൻ്റെ സന്നിധിയിൽ പരലോകത്ത് ഹാജരാക്കിയിട്ട് നരകത്തിലേക്കൊന്ന് മുക്കിയെടുത്താൽ അവർ പറയും, ഞങ്ങൾക്കൊരനുഗ്രഹവും അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ ലോകത്ത് നിന്ന് അനുഭവിച്ച മുഴുവൻ അനുഗ്രഹങ്ങളെയും അവർ മറന്നുപോയി, അതെല്ലാം അവർ വിസ്മരിച്ചുപോയി. അതാണ് ഈ ലോകത്തിൻ്റെയും പരലോകത്തിൻ്റെയും വ്യത്യാസം. ഇവിടെയുള്ള ആസ്വാദനങ്ങളിലേക്ക് നാൾക്കുനാൾ നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ലക്ഷ്യങ്ങൾ ഇവിടെയുള്ള കൊട്ടാരങ്ങളിലേക്ക് മാറിപ്പോകുന്നു. അറിവാലയങ്ങളിൽ ആത്മീയമായ വിജ്ഞാനങ്ങൾ കരസ്ഥമാക്കുന്നവർ പോലും കൊട്ടാരങ്ങളെയും ഉദ്യാനങ്ങളെയും ഇവിടെയുള്ള സുഖ സൗകര്യങ്ങളെയും ലക്ഷ്യം വെച്ചുകൊണ്ട് സഞ്ചരിക്കുന്ന ഒരു വർത്തമാനകാലം നമ്മൾ അറിയാനുള്ള ഒരു ഉണർത്തലാണ്, നമ്മെ ഉദ്ബോധിപ്പിക്കാനുള്ള ഒരു ഹദീസാണ്. ഈ ലോകത്തെ മുഴുവൻ അനുഗ്രഹങ്ങളും അടിച്ച് പൊളിച്ച് രസിച്ച് സുഖിച്ച രാജാക്കന്മാർ അവരെ നാളെ അള്ളാഹുവിങ്കൽ ഹാജരാക്കി നരകത്തിലേക്കൊന്ന് മുക്കിയെടുക്കുമ്പോഴേക്ക് അവർ എല്ലാം മറന്നുപോയി, എല്ലാം വിസ്മരിച്ചു പോയി. ചെറിയ ഒരു കാലത്ത് അവരനുഭവിച്ച അനുഭവങ്ങൾ മുഴുവനും എല്ലാം അവർ മറന്നുപോയി. ഹബീബ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ തുടർന്ന് പറയുകയാണ്, വയുഅതാ ബിഅശദ്ദിന്നാസി ബുഅസൻ ഫിദ്ദുനിയാ മിൻ അഹ്ലിൽ ജന്ന, സ്വർഗീയാരാമത്തിൽ നിന്ന് ഈ ലോകത്ത് ഏറ്റവും കഷ്ടത അനുഭവിച്ച് ജീവിച്ച, ദാരിദ്ര്യം അനുഭവിച്ച, ഇല്ലായ്മയിൽ കഴിഞ്ഞുകൂടിയ, ഒരു നേരത്തെ ഭക്ഷണത്തിന് പ്രയാസപ്പെട്ട, ഉടുമുണ്ടിന് മറുതുണിയില്ലാതിരുന്ന പാവത്തിൽ പാവമായ ഒരു മനുഷ്യൻ കർമ്മം കൊണ്ട് സ്വർഗത്തിലെത്തിയിരിക്കുകയാണ്. അയാളെ സ്വർഗത്തിലൊന്ന് മുക്കിയെടുത്താൽ അല്ലാഹുവിൽ നിന്നൊരു ചോദ്യമാണ്, ഹൽ മർറ ബിക ശിദ്ദത്തുൻ ഖത്തു, ഏതെങ്കിലും പ്രയാസം നീ അനുഭവിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും വിഷമതകൾ നിനക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ? ഹിയ ജന്നത്തുൻ ത്വാബത് വത്വാബ നഈമുഹാ വനഈമുഹാ ബാഖിൻ വലൈസ ബിഫാനി.
അല്ല മോനെ, നീ ലോകത്തെ ഭൗതികമായ ജീവിതം കഴിഞ്ഞ് വിചാരണയുടെ ഘട്ടം കഴിഞ്ഞ് സ്വർഗോദ്യാനത്തിലേക്ക് എത്തിയതാണല്ലോ. നീ എപ്പോഴെങ്കിലും പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതാ പറയാനുള്ള മറുപടിയാണ്, അല്ലയോ യാ റബ്ബ്, വല്ലാഹി മാ മർറ ബി ബുഅ്സുൻ ഖത്തു വലാ റഅയ്തു ശിദ്ദതൻ ഖത്തു. ഒരിക്കലും ഒരു പ്രയാസവും ഞാൻ അനുഭവിച്ചിട്ടില്ല, ഒരിക്കലും ഒരു ദുഃഖവും ഞാൻ അനുഭവിച്ചിട്ടില്ല. സ്വർഗത്തിൽ നിന്ന് ഒരു സിപ്പ് ലഭിച്ചപ്പോഴേക്ക്, സ്വർഗത്തിൽ നിന്നൊരു നിമിഷത്തിന്റെ അനുഭവം ലഭിച്ചപ്പോഴേക്ക് ഈ ലോകത്തെ അരിഷ്ടതകൾ മുഴുവനും മറന്നുപോയി, കഷ്ടതകൾ മുഴുവനും വിസ്മരിച്ചു പോയി. ഈ മെഗാ ഓഫറിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നവരാരാണ്? ഖൈറുൽ ബരിയ ലിമൻ ഖശിയ റബ്ബഹ്. അള്ളാഹുവിനെ വേണ്ട പോലെ ഭയന്ന് അവന് വേണ്ടി ഇബാദത്ത് ചെയ്ത് അവന്റെ കൽപ്പനകളെ സ്വീകരിച്ച് വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ആളുകൾക്ക് അല്ലാഹു ജല്ല ജലാലുഹു അമ്മ നവാലുഹു വതആല ഫീ ഉലാഹ് ഒരുക്കി വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളിൽ ഒരു നിമിഷം ഒന്ന് കയറിയിറങ്ങിയാൽ ഈ ലോകം മുഴുവനും മറന്നുപോയി. അതുകൊണ്ട് പ്രിയമുള്ള മുത്തഅല്ലിമിനോട്, അറിവിനെ സ്നേഹിക്കുന്നവരോട്, അറിവ് ആർജിക്കുന്നവരോട്, നമുക്ക് അപ്പുറത്തെ മഹാലോകം പണിയാനുള്ള മാർഗമാണ് ഇൽമ് ആർജിക്കുക എന്നത്. ഇവിടത്തെ ലോകത്തെ സ്വപ്നം കണ്ടുകൊണ്ട് മാത്രം പരിമിതപ്പെടുത്താനുള്ളതല്ല. അല്ലാഹു തആല ഇവിടെ മാത്രമേ തരുള്ളൂ, അവിടെ മാത്രമേ തരുള്ളൂ എന്നില്ല. അല്ലാഹു തആല വലനുഹയ്യന്നഹു ഹയാതൻ ത്വയ്യിബ, നല്ല ജീവിതം ഇവിടെ നൽകും, മനസ്സമാധാനമുള്ള ജീവിതം ഇവിടെ നൽകും. അതോടൊപ്പം പരലോകത്ത് ഒരുക്കി വച്ചിരിക്കുന്ന മഹാ അനുഗ്രഹങ്ങൾ, അവരിൽ ഒന്നാമതാരാണ്? അഹ്ലുൽ ഇൽമി, ഇൽമിന്റെ അഹ്ലുകാരാണ്. ലിമൻ ഖശിയ റബ്ബ, അല്ലാഹുവിനെ വേണ്ട പോലെ ഭയന്ന സ്വാലിഹീങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പൊ നമ്മുടെ വിചാരങ്ങൾ, വർത്തമാനകാല കോഴ്സുകൾ, വരുമാന മാർഗങ്ങൾ, ഉപജീവനങ്ങളെ അന്വേഷിച്ചുകൊണ്ട് പലപ്പോഴും നമ്മുടെ മുത്തഅല്ലിമുകൾ പോവുകയാണ്. അവരാലോചിക്കുന്നത് ഇവിടെയുള്ള സൗകര്യങ്ങൾ എങ്ങനെ, ഇവിടെയുള്ള വരുമാനങ്ങൾ എങ്ങനെ എന്ന് മാത്രം അവർ ആലോചിക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ മാ ലക്കും ഇദാ ഖീല ലക്കും ഇൻഫിറൂ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെടാൻ നിങ്ങളോട് പറഞ്ഞാൽ ഇസ്സാഖൽതും മിനൽ അർള്, ഈ ഭൗമിക സുഖത്തിൽ നിങ്ങൾ അള്ളിപ്പിടിച്ചു നിൽക്കുകയാണ്. അറളീതും ബിൽ ഹയാത്തിദ് ദുനിയാ മിനൽ ആഖിറ, പരലോകത്തേക്കാൾ ഇഹലോകത്തെ നിങ്ങൾ തെരഞ്ഞെടുത്തു പോയോ? ഈ ലോകത്തത് കൊണ്ട് മതിയാക്കാൻ നിങ്ങൾ ആഗ്രഹിച്ചു പോയോ? ഫമാ മതാഉൽ ഹയാത്തിദ് ദുനിയാ ഫിൽ ആഖിറതി ഇല്ലാ ഖലീൽ. സൂറത്തു തൗബയിലെ 38-ാമത്തെ സൂക്തത്തിലൂടെ അല്ലാഹു തആല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, ഈ ലോകത്തെ മുഴുവൻ അനുഗ്രഹങ്ങളും പരലോകത്തേക്ക് ചേർത്ത് വെക്കുമ്പോൾ ഒന്നുമില്ല. എല്ലാ അനുഗ്രഹങ്ങളുടെയും അനുഭവങ്ങളുടെയും അനുഭൂതികളുടെയും ലോകം നാളെ വരാനുള്ള ലോകമാണ്, പാരത്രിക ലോകമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ അനുഗ്രഹങ്ങൾ നൽകി ഇൽമിന്റെ ലോകത്ത് ചേരാൻ, ഇൽമിന്റെ ലോകത്ത് എത്താൻ, അറിവ് പഠിക്കാൻ അല്ലാഹു അവസരം നൽകി. രക്ഷിതാക്കളെ, നമ്മുടെ മക്കൾ ആലിമാവുക എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ അറിയുക എന്നാണ്. അതിലേറെ വലിയ ഒരു അറിവില്ല, അതിനേക്കാൾ ഉയർന്ന ഒരു സ്ഥാനമില്ല. ഇന്ന് ഭൗതികമായ കോഴ്സുകൾക്ക് പ്രയോറിറ്റി, ആത്മീയമായ പഠനങ്ങളെ രണ്ടാം തരമായി കാണുന്ന വലിയ ഒരു സമൂഹം. നമ്മുടെ മതവിജ്ഞാന പാഠശാലകൾ പൊതുവിജ്ഞാനത്തിന്റെ ആലയങ്ങളും അനുബന്ധമായി കേവലം ചില ഒത്തുപാട്ടുകളുമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് മാറിയിട്ട് മുൻഗാമികളായ സ്വാലിഹീങ്ങൾ ചേർത്ത് വെച്ച ഒരറിവിന്റെ പരമ്പരയുണ്ട്.
അതിൽ നിന്ന് നമ്മൾ എവിടേക്കും മാറാൻ പാടില്ല. ഈ കാണുന്ന മഹാസമുച്ചയങ്ങളെ മുഴുവനും ആരാണ് രൂപപ്പെടുത്തിയതെന്ന് ചോദിച്ചാൽ റബ്ബാനിയായ ഒരു പണ്ഡിതന്റെ സംഭാവനയാണ്. കേവലമായ ഒരു ഭൗതിക ദിഷണാശാലിയുടേതല്ല, ഒരു സയന്റിസ്റ്റിൻ്റെതല്ല, ഒരു വർത്തമാനകാല വിദ്യാഭ്യാസ വിചക്ഷണന്റേതെന്ന് പറഞ്ഞു വെക്കാനുള്ളതല്ല. എല്ലാത്തിലും ഉപരിയായി റബ്ബാനിയായ ഒരു പണ്ഡിതൻ കർമ്മ വഴിയിൽ ഇറങ്ങിയപ്പോൾ അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങളുടെ സാക്ഷ്യങ്ങളാണ് ഈ കാണുന്ന സമുച്ചയങ്ങളല്ല, ഈ രാജ്യത്ത് മുഴുവനും പടർന്നു കിടക്കുന്ന വിജ്ഞാന സങ്കേതങ്ങളും പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് അറിവിന്റെ അഹലുകാരും ഒരു പണ്ഡിതനിലൂടെ അള്ളാഹു നൽകിയ സംഭാവനയാണ്. നമ്മൾ ആ പതിപ്പുകളിലേക്ക് ചേരാൻ പഠിക്കണം. ഈ സ്ഥാപനത്തിൽ നിന്ന് ലോകത്തെ മുഴുവൻ നയിക്കാനുള്ള റബ്ബാനിയായ പണ്ഡിതന്മാര് വരണം. അള്ളാഹുവിനെ അറിഞ്ഞ് അവനിലേക്ക് ചേർന്ന് ഭൗതിക ജ്ഞാനത്തെക്കാൾ ആത്മീയ വിജ്ഞാനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ആളുകൾ നമ്മുടെ ഓരോ പാഠശാലകളിൽ നിന്ന് വരുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിലേക്ക് ചേരുകയാണ്. അറിയുമോ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന പണ്ഡിതന്മാർ കേവലം വരി വായിച്ച് അർത്ഥം വെക്കാനുള്ളവരല്ല. ഭൗതിക പാഠശാലകളിൽ നിന്ന് അങ്ങനെയാണ്, എന്നും അങ്ങനെയാണ്. അതേ സമയത്ത് നമ്മുടെ പാഠശാലകളും അങ്ങനെ ഒരു ഗതിയിലേക്ക് വരുന്നോ എന്ന് കൃത്യമായി ആലോചിക്കേണ്ട സമയമായിരിക്കുന്നു. മതപാഠശാലകളിലെ പാഠപുസ്തകങ്ങൾ എവിടെ? ഓതിക്കഴിഞ്ഞ കിതാബുകൾ എവിടെ? അത് കരുതി വെക്കുന്ന വിദ്യാർത്ഥികൾ എത്ര? അത് കൃത്യമായി പരിപാലിച്ച് മാറോട് ചേർത്ത് പിടിക്കുന്ന മുത്തഅല്ലിമുകൾ എത്ര? നമ്മൾ ഓരോരുത്തരും ആലോചിച്ചു നോക്കിയാൽ ചിലപ്പോഴൊക്കെ സങ്കടം വരുന്ന കാഴ്ചകൾ വരുന്നു. അങ്ങനെ വരുമ്പോൾ ഈ ഇൽമിന്റെ ആത്യന്തികമായ ലക്ഷ്യമെന്താണ്? അല്ലാഹു ജല്ല ജലാലു അമ്മ നവാലു, അല്ലാഹുവിനെ അനുഭവിക്കാനുള്ളതാണ് നമ്മുടെ വിജ്ഞാനം. എനിക്ക് 10 കൊല്ലം ഇൽമ പഠിച്ചിട്ട് രക്ഷിതാവായ റബ്ബിനെ അനുഭവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എനിക്ക് കാര്യമായ എന്തോ ഒരു കുഴപ്പം സംഭവിച്ചിരിക്കുന്നു. ഒരു റബ്ബാനിയായ ശൈഖിന്റെ ശിക്ഷണത്തിൽ, ഒരു മഹാപണ്ഡിതന്റെ തർബിയത്തിന്റെ ലോകത്ത് 10 കൊല്ലമോ 20 കൊല്ലമോ പഠിച്ചു വളർന്നു വന്നിട്ട് നമുക്ക് രക്ഷിതാവായ റബ്ബിന്റെ സാന്നിധ്യത്തിന്റെ മധുരം, ശില്പിയുടെ സാന്നിധ്യത്തിന്റെ മധുരം അനുഭവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇന്നാലില്ലാഹ്, നമ്മളിൽ എവിടെയോ മറ വീണിരിക്കുകയാണ്. അല്ലാഹ് എന്ന് പറയുമ്പോൾ നമ്മുടെ കൽബിൽ വല്ല ചലനവും ഉണ്ടോ? സ്വയം ഒന്ന് ചോദിക്കണം. അല്ലാഹുവിന്റെ ജലാലത്തിന്റെ നാമം പറയുമ്പോൾ നമ്മുടെ കൽബിന്റെ ഉള്ളിൽ വല്ല നനവും ഉണ്ടോ? വല്ല പ്രകമ്പനവുമുണ്ടോ? ഇല്ലെങ്കിൽ നമ്മൾ എത്രയോ മാറാനിരിക്കുകയാണ്. പ്രിയമുള്ള കൂട്ടുകാരെ, ഞാൻ എൻ്റെ കൂടി ഒരു ആകുലത നിങ്ങളോട് പങ്കുവെക്കുകയാണ്. നമ്മൾ അള്ളാഹുവിനെ അറിയേണ്ടവരല്ലേ? ഈ ലോകത്തെ മുഴുവനും പടച്ച് പരിപാലിക്കുന്ന അള്ളാഹു ജല്ല ജലാലു, അവനെ അറിയാനല്ലേ ഈ പഠിക്കുന്നത് മുഴുവനും? അത് നമ്മളിലേക്ക് വേണ്ട വിധത്തിൽ രഹസ്യത്തിലും പരസ്യത്തിലും ഞാൻ അള്ളാഹുവിൻ്റെ നിരീക്ഷണത്തിലാണ് എന്ന് വരുമ്പോഴല്ലേ ഞാൻ ഇൽമിന്റെ അഹലുകാരനാവൂ, ഞാൻ തഖ്വയുടെ അഹലുകാരനാവൂ. അല്ലെങ്കിൽ എന്റെയും നിങ്ങളുടെയും ജീവിതം എന്താണ്? മഹാനായ ഇബ്നുൽ ജൗസി അദ്ദേഹത്തിന്റെ ഒരു ഗുരുവിനെ കുറിച്ച് പറയുകയാണ്. ആരാണെന്നല്ലേ? അബുൽ ബറകാത്ത് അബ്ദുൽ വഹാബ് ബിനുൽ മുബാറക് ബിൻ അഹ്മദ് ബിൻ ഹസൻ ബിൻ ബന്ദാർ അൽ ബഗ്ദാദി അൽ അൻമാതി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുകയാണ്. ഇബ്നുൽ ജൗസി എന്ന ലോകപ്രസിദ്ധനായ ഗ്രന്ഥകാരൻ അദ്ദേഹം പറയുന്നു, കുന്തു അഖറഉ അലൈഹി വഹുവ യബ്കീ, ഞാൻ അദ്ദേഹത്തിന് ഗ്രന്ഥങ്ങൾ വായിച്ചു കേൾപ്പിച്ച് അദ്ദേഹത്തിൽ നിന്ന് അറിവാർജിക്കുന്ന ആളാണ്. അങ്ങനെ നോക്കുമ്പോൾ ഫത്തഫത്തു ബിബുകാഇ അക്റമ മിൻ ഇസ്തിഫാദതി ബിരിവായതിഹി, ഇമാമുൽ അൻമാതി എന്നവരുടെ
ഹദീസിന്റെ നിവേദനങ്ങളെക്കാൾ എനിക്ക് പ്രയോജനപ്പെട്ടത് അദ്ദേഹത്തിന്റെ ക്ലാസ്സിലെ കരച്ചിലുകളാണ്. നനവുള്ള ക്ലാസുകൾ എവിടെ? ഈറനണിയുന്ന വിശദീകരണങ്ങൾ എവിടെ? നമ്മുടെ മനസ്സിനെ റബ്ബിലേക്ക് ചേർക്കുന്ന വിചാരങ്ങൾ എവിടെ? അങ്ങനെ ആലോചിക്കുമ്പോഴാണ് സുൽത്താനുൽ ഉലമാ ഉസ്താദ് അവരുടെ ദർസിൽ ഇരിക്കുന്ന ഈ സ്ഥാപനത്തിൽ പഠിച്ചു വളരാൻ ഭാഗ്യം കിട്ടിയവരെ, ആത്മാവിനെ തൊടുന്ന ആത്മീയ വിചാരങ്ങളെ എത്രമേൽ നിങ്ങൾക്ക് കോരിത്തന്ന ഒരു വിജ്ഞാന കേന്ദ്രമാണ് ഇന്ന് ലോകത്തു തന്നെ ലഭിക്കാവുന്ന അപൂർവമായ ഒരു സാന്നിധ്യമല്ലേ സുൽത്താനുൽ ഉലമാ ഹഫിളഹുല്ലാഹ്. മഹാനവറുകളിൽ നിന്ന് അറിവ് നുകരാൻ ഭാഗ്യം കിട്ടിയ നമ്മൾ ഈ കാലഘട്ടത്തിൽ ഭാഗ്യവാന്മാരാണ്. ഈ ഭാഗ്യത്തെ നിലനിർത്തേണ്ടത് അല്ലാഹുവിനുള്ള വിചാരം നമ്മളിൽ വളർത്തി നമ്മുടെ ജീവിതത്തിലേക്ക് പുലർത്തിയിട്ടാണ്. ഇത് അനുഭവങ്ങളുടെ വിജ്ഞാനമാണ്. കേവലം വായിച്ചു തീർക്കാനുള്ള ഗ്രന്ഥങ്ങളല്ല, പഠിച്ചു പൂർത്തിയാക്കി പരീക്ഷയ്ക്ക് എഴുതാനുള്ള പാഠപുസ്തകങ്ങളല്ല, മറിച്ച് റബ്ബിലേക്ക് ചേരാൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹുവിന്റെ പവിത്ര നാമം കേൾക്കുമ്പോഴേക്ക് ഉള്ളിൽ ഒരു പിടയൽ വരുന്നുണ്ടോ? പ്രതീക്ഷയുണ്ട് നമുക്ക്. അങ്ങനെ ഒരു ജലാലത്തിന്റെ പവിത്ര നാമം കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ചലനവും ഇല്ലേ? നമ്മൾ എത്രയോ പണിയെടുക്കേണ്ടിയിരിക്കുന്നു നമ്മളെ മാറ്റിയെടുക്കാൻ. നമ്മുടെ ഈ ജീവിതത്തിന്റെ മഹാലക്ഷ്യം എന്താണ്? ഈ പ്രപഞ്ചത്തിന്റെയും നമ്മുടെയും ശില്പിയെ അറിയലാണ്, അള്ളാഹുവിനെ അറിയലാണ്. ആ റബ്ബിലേക്കുള്ള വിജ്ഞാനത്തെ വേണ്ട പോലെ നമുക്ക് നുകരാൻ കഴിയുമ്പോഴാണ് വിജയിച്ചവരായി നമ്മൾ വരുന്നത്. കാരണം ഈ അറിവ് ഒരു വിദ്യാഭ്യാസ ബോർഡ് രൂപപ്പെടുത്തിയ അറിവല്ല. ഇതൊരു സിലബസ് കമ്മിറ്റിയിൽ നിന്ന് രൂപപ്പെട്ടു വന്ന വിജ്ഞാനമല്ല. വർത്തമാനകാല രാഷ്ട്രീയ പ്രതിസന്ധികളുടെ പരിഹാരം എവിടെയെന്ന് ചോദിച്ചാൽ, നമ്മുടെ അറിവിന്റെ മധുരം നമ്മൾ അറിഞ്ഞാൽ നമ്മളിൽ പരിഹാരമുണ്ട്. ആഗോള രാഷ്ട്രീയത്തിന്റെ അരിഷ്ടതകൾക്ക് പരിഹാരം കൊടുക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ, നമ്മൾ ആർജിക്കുന്ന അറിവിന്റെ മധുരം നമ്മൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിൽ പരിഹാരമുണ്ട്. നമ്മളിലാണ് പരിഹാരമുണ്ടാവേണ്ടത്. അഹ്ലുൽ ഇൽമിന്റെ കയ്യിലാണ് പരിഹാരം വരേണ്ടത്. അഹ്ലുൽ മഅരിഫയുടെ കയ്യിലാണ് പരിഹാരം വരേണ്ടത്. കാരണം നമ്മുടെ കയ്യിൽ ലഭിക്കുന്ന വിജ്ഞാനം ഏതാണ്? വമാ ഹുവ അലൽ ഗൈബി ബിളനീൻ വമാ ഹുവ ബിഖൗലി ശൈത്വാനിർ റജീം ഫഅയ്ന തദ്ഹബൂൻ. ഈ അടുത്തയിടയിൽ വിവിധ സ്ഥാപനങ്ങളിൽ നിന്ന് ബിരുദമെടുത്ത ഒരു പറ്റം വിദ്യാർത്ഥികളോട് ലളിതമായി അന്വേഷിച്ചു, നിങ്ങൾ എന്താണ് ലക്ഷ്യം വെക്കുന്നത്? അതിൽ ഭൂരിപക്ഷം കുട്ടികളും പറഞ്ഞത്, ഇനിയൊരു കോഴ്സ് ചെയ്തിട്ട് എനിക്ക് ഗൾഫിലേക്ക് പോകണം, ഇനിയൊരു ട്രാൻസ്ലേഷൻ കോഴ്സ് ചെയ്തിട്ട് എനിക്കൊരു വിസ എടുക്കണം, ഇനിയൊരു BEd ചെയ്തിട്ട് എനിക്ക് സ്കൂളിൽ കയറണം, ഇനിയൊരു സോഫ്റ്റ്വെയർ പഠിച്ചിട്ട് എനിക്ക് ഉപജീവനം കണ്ടെത്തണം, ഇനി എനിക്ക് കോഡിങ് പഠിച്ചിട്ട് ആ മേഖലയിലേക്ക് പോകണം, അള്ളാഹുവിന്റെ വജ്ഹിന് വേണ്ടി അവന്റെ മാർഗത്തിൽ സേവനം ചെയ്യാൻ എന്ന് പറഞ്ഞവരെ കാണാനില്ലാത്ത ഒരു കാലം ഉണ്ടെങ്കിൽ തന്നെ അപൂർവമായി മാത്രം ലഭിക്കുന്ന ഒരു കാലം. നമ്മൾ തന്നെയല്ലേ നഈബു സമാനനാ വൽഐബു ഫീനാ വമാ ലിസമാനിനാ ഐബുൻ സിവാനാ. എൻ്റെ മകൻ ഉഖ്റവിയായ ഒരു ആലിമാകണം, എൻ്റെ മകൻ ഉഖ്റവിയായ ഒരു ഹാഫിളാകണം എന്നാലോചിക്കാനുള്ള രക്ഷിതാക്കൾ ഇനി ജനിക്കേണ്ടിയിരിക്കുന്നുവോ? നമ്മുടെയൊക്കെ പ്രയോറിറ്റി മാറിപ്പോയി. മെഡിക്കലിലേക്ക്, എഞ്ചിനീയറിംഗിലേക്ക്, സിവിൽ സർവീസിലേക്ക്, പൊതുവിജ്ഞാനങ്ങളിലേക്ക്, പൊതുപദവികളിലേക്ക് നമ്മുടെ എല്ലാവരുടെയും പ്രയോറിറ്റി മാറിക്കൊണ്ടിരിക്കുന്ന കാലം. നമ്മുടെ ഉള്ളിൽ നിന്ന് ഉയർന്നു വരണം.
എന്റെ മകൻ വേറെ ഒരു ഭൗതിക കോഴ്സ് പഠിക്കട്ടെ പഠിക്കാതിരിക്കട്ടെ, അള്ളാഹുവിന്റെ ദീനിന്റെ പ്രബോധനത്തിന് ഉതകുന്ന അത്തരം അനുബന്ധങ്ങളൊക്കെ ഉണ്ടായിക്കോട്ടെ, എന്നാലും ആത്യന്തികമായി എൻ്റെ മകൻ അള്ളാഹുവിനെ അറിയുന്ന ഒരു ആലിമാവണം, റബ്ബാനിയായ ഒരു ആലിമാകണം. അള്ളാഹു തആല നമ്മുടെ മക്കളെയൊക്കെ ഉഖ്റവിയായ സ്വാലിഹീങ്ങളായ ആലിമീങ്ങളാക്കി തരട്ടെ. അങ്ങനെ നമ്മൾ നിയ്യത്ത് വെക്കണം. അങ്ങനെ നമ്മുടെ ഓരോരുത്തരുടെയും വിചാരം വരണം. SSLC പരീക്ഷ കഴിയുമ്പോൾ നമ്മുടെ മുമ്പിലേക്ക് എത്തുന്ന പരസ്യങ്ങൾ, അതിൽ ആദ്യം എഴുതുന്നത് MBBS-നോടൊപ്പം മതപഠനമെന്നാണ്, എഞ്ചിനീയറിങ്ങിനൊപ്പം മതപഠനമെന്നാണ്, മറ്റ് പൊതുവിദ്യാഭ്യാസങ്ങളോടൊപ്പം മതപഠനമെന്നാണ്. ആരാണ് പ്രയോറിറ്റി തീരുമാനിക്കേണ്ടത്? ഈ ഉമ്മത്തിന്റെ ആത്മീയ വിചാരങ്ങൾക്ക് പ്രയോറിറ്റി നൽകേണ്ടത് നമ്മളല്ലാതെ വേറെ ആരാണ്? നമ്മുടെ മക്കൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് ഉപജീവനത്തിന്റെ സ്കെയിൽ ഉയർന്നു നിൽക്കണമെന്നാണ്. ആത്മീയമായ അതിജീവനത്തിന്റെ വിലാസം ഉയർന്നു നിൽക്കണമെന്ന് പറയാൻ ആളുകൾ കുറഞ്ഞുപോയി. ആത്മീയമായി ഉയരണം. അല്ലാഹു തആല നമ്മളെ ഏറ്റെടുക്കും. നമ്മുടെ റസ്സാഖ് അല്ലാഹുവാണ്. നമുക്ക് ഭക്ഷണം തരുന്നവൻ അല്ലാഹുവാണ്. അല്ലാഹു തആല നമുക്ക് നിശ്ചയിച്ച റിസ്ക് എവിടെയും പോകാനില്ല. നമുക്ക് നിശ്ചയിച്ച വിഹിതങ്ങൾ എവിടെയും നഷ്ടപ്പെടാനില്ല. വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ. ഈ ദുനിയാവിനേക്കാൾ ഏറ്റവും മെച്ചപ്പെട്ടത് പാരത്രികമായ പദവികളാണ്, അവിടെയുള്ള അനുഗ്രഹങ്ങളാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ഖൽബിലേക്ക് അങ്ങനെ ഒരു വിചാരം കടന്നു വരണം. മഹാനരായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ ഓർക്കുന്ന മാസമാണ്. അവിടുത്തെ ഓർമ്മകൾ നമ്മുടെ ഖൽബിലേക്ക് വരുന്ന കാലമാണ്. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു എത്രമേൽ കഷ്ടതകൾ അനുഭവിച്ചിട്ടാണ് അറിവ് നേടാൻ പോയത്. ബഗ്ദാദിൽ നിന്ന് മക്കയിലേക്ക് വരുന്നു മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു എന്ന് പറയാലേ. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു നമ്മുടെയൊക്കെ വിചാരം ഏതോ ലോകത്താണ്, AI-യുടെ ലോകത്തായി പോയി. കണ്ണും കാതും കൽബും ഏറെ സമയവും ഡിജിറ്റൽ ലോകത്തോട് ചേർത്ത് വെച്ച് പോയി. അതിൽ ഗുണമുള്ളതും ദോഷമുള്ളതുമുണ്ട്. പലപ്പോഴും ഗുണം കുറയുകയും ദോഷം അധികരിക്കുകയും ചെയ്യുന്നു. ഏതായാലും നമ്മുടെ ഉള്ളിൽ വരണം ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു മലഅത തിബാഖൽ അർളി ഇൽമൻ വഹിക്മതൻ കഅംബാഇ മൗലാന നബി മുഹമ്മദി സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകഗുരുവായ തിങ്കൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നറിയിപ്പ് പോലെ ലോകം മുഴുവനും അറിവ് കൊണ്ട് നിറച്ച അതുല്യമായ വിലാസമാണ് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. ബഗ്ദാദിൽ നിന്ന് മക്കയിൽ വന്ന ഉമ്മാന്റെ അടുക്കലേക്ക് കയറുമ്പോൾ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിന് കിട്ടിയ ഒരുപാട് ഉപഹാരങ്ങളുണ്ട്. ആ ഉപഹാരങ്ങൾ മുഴുവനും കൊണ്ടുവന്ന് കഷ്ടപ്പെട്ട് പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട ഉമ്മയുടെ മുമ്പിലേക്ക് വെക്കുമ്പോൾ ഉമ്മ പറഞ്ഞു, മോനെ, ഇതിനു വേണ്ടിയല്ലല്ലോ മോനെ ഞാൻ വളർത്തിയത്, ഇതിനു വേണ്ടിയല്ലല്ലോ ഞാൻ പരിപാലിച്ചത്, എനിക്കിതൊന്നും ആവശ്യമില്ല. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ പറയുകയാണ്, മോനെ, ഇതിനു വേണ്ടിയല്ല ഞാൻ മോനെ ലോകത്തിന്റെ പല ദിക്കിലേക്കും അറിവിനയച്ചത്. ഫലസ്തീനിലെ ഗസയിൽ നിന്ന് കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുവന്ന മക്കത്ത് നിന്ന് അറിവ് നൽകിയത് മദീനയിലേക്ക് ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ഹദീസ് പഠിക്കാൻ അയച്ചത്. ഇതൊന്നും സമാഹരിക്കാനല്ല, ഇതൊന്നും വേണ്ട മോനെ. ഉടനെ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമ്മ, ഇതിനോടൊന്നും എൻ്റെ പ്രിയം ചേർന്നിട്ടില്ല, ഇതിൽ പ്രമത്തനായി കൊണ്ടുവന്നതല്ല, ഇതിനെ ഇഷ്ടം വെച്ച് ചേർത്തു പിടിച്ചതല്ല, ഈ സ്വത്തിനോട് എനിക്ക് പ്രിയം വന്നു പോയതല്ല.
ഇതെല്ലാം ഹലാലായി ഉപഹാരമായി ലഭിച്ചപ്പോൾ എന്നെ ആറ്റുനോറ്റ് പോറ്റിയ ഉമ്മയ്ക്കും ഉപഹാരമായി നൽകാൻ വേണ്ടി ഞാൻ കൊണ്ടുവന്നതാണ്. ഉമ്മയ്ക്ക് വേണ്ടെങ്കിൽ അതിനു മുമ്പേ എനിക്ക് വേണ്ട ഉമ്മ. ഇമാമുന ശാഫഈ തങ്ങൾ അതിൽ നിന്ന് ഒന്നൊഴിയാതെ മക്കയിലെ ഫുഖറാക്കൾക്ക് വിതരണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാള് പറഞ്ഞു, മോനെ, ഇനി എങ്ങോട്ടെങ്കിലും യാത്രയ്ക്ക് വേണമെങ്കിൽ കുറച്ച് കരുതി വെച്ചിട്ട് ബാക്കി കൊടുത്താൽ പോരെ? വേണ്ട വേണ്ട, എല്ലാം ദാനം ചെയ്തിട്ട് വീട്ടിലേക്ക് ചെന്ന് ഉമ്മയുടെ തൃപ്തി കരസ്ഥമാക്കിയ ഇമാമാണ് ആലിമു ഖുറൈശിൻ യംലഉ തിബാഖൽ അർളി ഇൽമാ. അല്ലാഹുവിനെ അനുഭവിച്ചപ്പോൾ ഈ ദുനിയാവ് ചെറുതായി. ഇന്നത്തെ നമ്മൾ അല്ലാഹുവിനെ അനുഭവിക്കാതെ വരുമ്പോൾ നമുക്ക് ദുനിയാവ് വലുതാകുന്നു. എങ്ങനെ ജീവിക്കുമെന്ന് നമ്മെ ആകുലപ്പെടുത്തുന്നു. എങ്ങനെ ഉപജീവനം കണ്ടെത്തുമെന്ന് നമ്മൾ ആലോചിച്ച് നമ്മൾ വേറെ വഴികൾ അന്വേഷിക്കുന്നു. അതേ സമയത്ത് അല്ലാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങിയാൽ വല്ലദീന ജാഹദൂ ഫീനാ ലനഹദിയന്നഹും സുബുലനാ, നമ്മുടെ മാർഗത്തിൽ പരിശ്രമിക്കുന്നവർക്ക് നാം തന്നെ വഴി കാണിച്ചു കൊടുക്കും. അതുകൊണ്ടൊരു പേടിയും വേണ്ട. ലില്ലാ, അല്ലാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ ഇറങ്ങാൻ തയ്യാറാവണം. അല്ലാഹുവിന്റെ മാർഗത്തിൽ സമർപ്പിക്കപ്പെടുന്ന ആലിമീങ്ങളാവണം. അല്ലാഹുവിന്റെ മാർഗത്തിൽ സമർപ്പിക്കപ്പെടുന്ന പ്രവർത്തകരാകണം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ പഠനത്തിനൊരു മധുരമാണ്. അല്ലാഹുവിനെ അറിഞ്ഞുകൊണ്ടുള്ള ഒരു പഠനം. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ കൽബിങ്ങനെ നനയും, നമ്മുടെ കണ്ണിങ്ങനെ നനയും. ആ നനവ് കൊണ്ട് നമുക്ക് ഗുണമുണ്ട്. എല്ലാവരും നല്ല സംഭാവനകൾ നൽകണം. അല്ലാഹു തആല നമ്മുടെ ഈ സ്ഥാപനത്തിന് ഇന്നേ വരെ സംഭാവന ചെയ്ത മുഴുവൻ ആളുകൾക്കും എല്ലാ ഖൈറും ബർക്കത്തും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ഇനിയും നൽകുന്നവർക്ക് അല്ലാഹു എല്ലാവിധ അനുഗ്രഹങ്ങളും സന്തോഷങ്ങളും പ്രദാനം ചെയ്യട്ടെ. ഒരു ചാവി നഷ്ടപ്പെട്ടിട്ടുണ്ട്. ലഭിക്കുന്നവരവിടെ ഓഫീസിലോ മറ്റോ ഏൽപ്പിക്കും. അപ്പോൾ നമുക്ക് അറിവിന്റെ ആർജവത്തിന്റെ അല്ലെങ്കിൽ അറിവിന്റെ സമ്പാദനത്തിന്റെ ഇടയിൽ നമുക്ക് അല്ലാഹുവിനെ അറിയാൻ കഴിയണം. വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. നമ്മൾ വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരായത്ത് നമ്മുടെ കൽബിൽ ഉടക്കുന്നതില്ലെങ്കിൽ നമ്മൾ ഇത്രയും ഓതിപ്പടിച്ചതിന്റെ മധുരം എവിടെ? ഏതെങ്കിലും ഒരു സൂക്തം കടന്നു പോകുമ്പോ നമ്മുടെ കൽബ് ഇളകുന്നില്ല, കണ്ണ് നനയുന്നില്ല എന്ന് വന്നാൽ നമ്മൾ അറിഞ്ഞ അറിവിന്റെ മധുരം എവിടെയാണ്? അങ്ങനെ മധുരമറിയുമ്പോൾ ഈ ലോകത്ത് നിന്ന് മാറാൻ കഴിയില്ല. അറിയില്ലേ, പരിശുദ്ധ ഖുർആൻ തന്നെ പറയാണ്, മൻ യുതിഇർ റസൂല ഫഖദ് അതാഅ അല്ലാഹ് വമൻ തവല്ലാ ഫമാ അർസൽനാക അലൈഹിം ഹഫീളാ. അല്ലാഹുവിനെ അനുസരിക്കുമ്പോൾ അത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെയാണ് ലഭിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുസരിക്കുമ്പോൾ എത്തിച്ചേരുന്ന മധുരത്തിന്റെ പേരാണ് അല്ലാഹുവിനെ അറിയുക, രുചിക്കുക എന്നത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം തങ്ങളെ നമുക്കൊന്ന് രുചിക്കാൻ കഴിയണ്ടേ മുഅ്മിനീങ്ങളെ? ആ മധുരമൊന്ന് ആസ്വദിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മുടെ കൽബ് ചേർത്ത് വെക്കണേ.
ആരാണ് ഇമാം മാലിക് ബിൻ അനസ് ഇമാമു ദാരിൽ ഹിജ്റ? മദീനയിൽ ദർസ് നടത്തിയ ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു. അല്ലാഹു തആല ശൈഖുനാ ഉസ്താദ് അവർക്ക് ആഫിയത്തും സിഹത്തും ദീർഘായുസ്സും നൽകട്ടെ. ഒരുപാട് കാലം ഈ ഉമ്മത്തിൻ്റെ സാരഥ്യം, ഈ ഉമ്മത്തിന് തണൽ നൽകാൻ അള്ളാഹു സൗഭാഗ്യം നൽകട്ടെ. ആ തണൽ അനുഭവിക്കാൻ നമുക്കും അള്ളാഹു നിയോഗം നൽകട്ടെ. അപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളെ അറിയാൻ കഴിയണം. ആ അറിവ് കേവലം ഹദീസ് വായിച്ചു പോകുമ്പോഴല്ല. നേരത്തെ നമ്മൾ ഇമാമുൽ അൻമാത്തി റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞതുപോലെ കേവലമായ റിവായത്ത് കൊണ്ടല്ല, വായിക്കുമ്പോൾ മനസ്സിലേക്ക് തറക്കുന്ന ഒരു മധുരമുണ്ട്. അതാണ് മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നത്. ഞാൻ ഏറെക്കാലം ബഹുമാനപ്പെട്ട അയ്യൂബ് സഖ്തിയാനി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഹദീസ് നിവേദനം ചെയ്തിരുന്നില്ല. ആ കാലഘട്ടത്തിലെ വലിയ മുഹദ്ദിസാണ്, ഒരുപാട് കറാമത്തുകളുടെ ഉടമയാണ്. ആ മഹാനായ അയ്യൂബ് സഖ്തിയാനി റളിയല്ലാഹു അൻഹു മഹാനവറുകളിൽ നിന്ന് ഹദീസ് നിവേദനം ചെയ്യാൻ അന്ന് പരിശ്രമിച്ചിരുന്നില്ല, സമയം കണ്ടെത്തിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മഹാനവറുകളുടെ കൂടെ ഹജ്ജിന് അവസരം കിട്ടിയപ്പോൾ അറിയുമോ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളെ പറയുമ്പോഴെല്ലാം മഹാനവറുകളുടെ ഭാവം മാറുകയാണ്. അവിടുത്തെ മുഖഭാവം മാറി, അവരുടെ മനസ്സിലെ വിചാരങ്ങൾ ഉയർന്നു. മദീനയിലേക്ക് ചേർന്നു നിന്നപ്പോൾ മേ വസുന്നി ഹോ ജമീലെ ഖാദിരി മർനെ കെ ബാദ് മേരാ ലാശാ ഭി കഹേഗാ അസ്സലാത്തു വസ്സലാം. മേ വസുന്നി ഹൂ, ഞാനൊരു സുന്നിയാണ്. ജമീൽ ഖാദിരി എഴുതുകയാണ് അദ്ദേഹത്തിന്റെ കവിതയുടെ അവസാന വരിയിൽ, മേ വസുന്നി ഹൂ ജമീലെ ഖാദിരി മർനെ കെ ബാദ്, ഞാൻ ജമീൽ ഖാദിരി സുന്നിയാണ്. മേരെ ലാശാ ഭി കഹേഗാ അസ്സലാത്തു വസ്സലാം. ഞാൻ മരണപ്പെട്ടു പോയി എൻ്റെ ശരീരം കൊണ്ടുവച്ചാൽ ആ ശരീരവും സ്വലാത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കും, ആ ശരീരവും സലാം ചൊല്ലിക്കൊണ്ടേയിരിക്കും. എൻ്റെ മജ്ജയോട്, മാംസത്തോട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലയിച്ചു ചേർന്നിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് നമ്മൾ കാത് മുളച്ചത് മുതൽ കേൾക്കാൻ തുടങ്ങിയതാണ്. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. ഈ ഹദീസ് അറിയാത്ത ആരുമില്ല. ഇനി എന്നോടും നമ്മളോടും ചോദിക്കുക, എനിക്ക് എൻ്റെ ഉപ്പയേക്കാൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? പറയാനുള്ള ധൈര്യമുണ്ടോ? എൻ്റെ മക്കളെക്കാൾ, എൻ്റെ ഭൗതിക സൗകര്യങ്ങളെക്കാൾ, എനിക്ക് അല്ലാഹു തന്ന അനുഗ്രഹങ്ങളെക്കാളൊക്കെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കാനും പ്രയോറിറ്റി നൽകാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെ നമുക്ക് കഴിയുന്ന ഒരു ഘട്ടമെത്തുമ്പോൾ നമ്മൾ എവിടെയാണ്? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ലയിക്കുകയാണ്. നമ്മുടെ വാക്കിൽ നിന്ന് മഹബ്ബത്തുണ്ട്, പ്രയോഗത്തിൽ നിന്ന് ആശിഖുർ റസൂലുണ്ട്, നമ്മുടെ വിലാസങ്ങളിൽ നിന്ന് മുഹിബ്ബുർ റസൂലുണ്ട്. സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്നു എന്ന് നമ്മൾ അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹബ്ബത്തിന് മധുരം അനുഭവിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ?
മഹബ്ബത്തിന്റെ മധുരം, അളമത്തിന്റെ മഹത്വം, അവിടുത്തോട് അല്ലാഹു തആല നൽകിയ സ്ഥാനപദവികളെ അംഗീകരിക്കാനുള്ളൊരു വിശാലത നമ്മുടെ കൽബിലേക്ക് എപ്പോഴാണ് വരുന്നത്? കേവലം വാക്കിലുണ്ടായാൽ പോരാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുഭവിക്കാനാവണം. അപ്പോഴാണ് നബവിയായ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുവല്ലോ, വമാ ഹുവ ബിഖൗലി ശൈത്വാനിർ റജീം ഫഅയ്ന തദ്ഹബൂൻ. നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്? നിങ്ങൾക്ക് ഈ ഖുർആനികമായ വിജ്ഞാനത്തിന്റെ മൂല്യം അറിയാതെ പോയോ? ഹദീസ് പഠിച്ചുകൊണ്ട് ആർജിക്കുന്ന ആത്മീയമായ രസങ്ങളെ നമുക്ക് അന്യമായി പോയോ? അല്ലാഹുവിലേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചേരുന്നതിന്റെ മാധുര്യം നമുക്ക് അന്യമായി പോയോ? എന്നാൽ നമ്മുടെ വേഷങ്ങൾക്ക് പ്രസക്തിയില്ല, ഭാഷയ്ക്ക് പ്രസക്തിയില്ല, ഭാവങ്ങൾക്ക് പ്രസക്തിയില്ല, ജാടകൾക്ക് പ്രസക്തിയില്ല. ആഗോള മുസ്ലിമീങ്ങൾ ഇന്ന് ഒരുപാട് പ്രതിസന്ധിയിലാണ്. എന്തേ പ്രതിസന്ധിയിലേക്ക് വരുന്നത്? മുഹമ്മദ് ഇബ്നു വാസിഅ റളിയല്ലാഹു അൻഹുവിന്റെ വിരലിന് തുല്യമായ ഒരു വിരൽ ഇല്ലാതെ പോയത് കൊണ്ട്. മുഹമ്മദ് ഇബ്നു വാസിഅ റളിയല്ലാഹു അൻഹുവിന്റെ വിരൽ പോലെ ഒരു വിരൽ ഇല്ലാതെ പോയപ്പോഴാണ് നമ്മൾ കഷ്ടത അനുഭവിക്കുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ആജ്ഞ പോലെ ഒരു ആജ്ഞ ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ്. ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ ആർജവം പോലെ ഒരു ആർജവം ഇവിടെ ഇല്ലാത്തത് കൊണ്ട്. ഉമർ മുഖ്താറിന്റെ ഇടപെടൽ പോലെ ഒരു ഇടപെടൽ ഇവിടെ അനുഭവിക്കാൻ വർത്തമാനകാലത്ത് ലഭിക്കാത്തത് കൊണ്ട് നമ്മൾ പലതും നാൾക്കുനാൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. പരിഹാരം എവിടെയാണ്? നമ്മുടെ വിരലുകൾ മുഹമ്മദ് ഇബ്നു വാസിഅ റളിയല്ലാഹു അൻഹുവിന്റെ വിരലിനോട് ചേർത്ത് വെച്ചാൽ കഅൽഫി ശാബിൻ തരീർ, 1000 യുവാക്കളെ പോലെ, 1000 പടവാളുകളെ പോലെ തിരുത്തൽ ശക്തിയാവാനുള്ള ഒരു വിരൽ കൊടി മുഹമ്മദ് ഇബ്നു വാസിഅ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. ഖുതൈബത്ത് ഇബ്നു സഈദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ല മുഹമ്മദ് ഇബ്നു വാസിഅ എന്നവർ എന്തു ചെയ്യുകയാണ്? വിരൽ ആകാശത്തേക്ക് ഉയർത്തിയിരിക്കുന്നു. മതി. ആ വിരലാണ് ഈ സമുദായത്തിന് മുഴുവൻ മോചനം. അതാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആകുലതകളുടെ മുഴുവനും പ്രതിസന്ധികളുടെ മുഴുവനും പരിഹാരം. മൂത്തത്തിന്റെ രണാങ്കണത്തിലേക്ക് മഹാന്മാരായ സ്വഹാബികളെ പോയി. ശത്രുക്കൾ എത്രയോ ഇരട്ടി. ഉടനെ കൂട്ടത്തിലുള്ള പലരും പറഞ്ഞു, മദീനയിലേക്ക് മെസ്സേജ് അയക്കാം, കുറച്ചുകൂടി സൈന്യത്തെ അയച്ചു തരാൻ, കുറച്ചുകൂടി സൈന്യത്തെ ആവശ്യപ്പെടാം. ഉടനെ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അനുരാഗത്തിന്റെ ആത്മീയ വിലാസങ്ങളെ കർമ്മം കൊണ്ട് അടയാളപ്പെടുത്തി അവിടുന്ന് യാത്ര പറയുമ്പോ കണ്ടമിടറി കണ്ണു നനഞ്ഞ കൽബ് പിടച്ച് മൂത്തത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ കണ്ണ് മറയും വരെ നോക്കിയിരുന്ന് ഒരിക്കലും കൽബ് മറയല്ലേ എന്ന് കാത്തിരുന്ന അനുരാഗത്തിന്റെ വിലാസമാണ് അബ്ദുല്ലാഹി ഇബ്നു റവാഹ. ആ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലയോ സ്വഹാബ, ഇന്ന് വരെയും നമ്മൾ ജയിച്ചത് അംഗബലം കൊണ്ടാണോ ആയുധബലം കൊണ്ടാണോ? നമ്മുടെ ചരിത്രമെടുക്കണം. ബദർ മുതൽ, ഉഹദ് മുതൽ, അഹ്സാബ് മുതൽ ഓരോ ഘട്ടങ്ങളെയും എടുത്തു നോക്കിയാൽ നമ്മൾ ജയക്കൊടി പാറിച്ചത് നമ്മുടെ കയ്യിലുള്ള സൈനിക ബലം കൊണ്ടാണോ? അതല്ല നമ്മുടെ കയ്യിലുള്ള ആയുധ ശക്തി കൊണ്ടാണോ? നമ്മുടെ പ്രഹരശേഷി കൊണ്ടാണോ? ഒരിക്കലും അല്ല. അതുകൊണ്ട് ഇനി സൈന്യത്തെ ആവശ്യപ്പെടേണ്ടതില്ല. ഉള്ള നമ്മൾ ലില്ലാഹി ജാഹദ ബിൽ അബ്ദാനി വൽ മാലി വലാ യമീലു ഇലാ അർബാബി അംവാലി. നമ്മുടെ മനസ്സ് അല്ലാഹുവിലേക്ക് തിരിയണം.
പുണ്യ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചേരണം. അനുരാഗത്തിന്റെ ആത്മബിന്ദുക്കൾ ഹൃദയത്തിൽ നിന്ന് പ്രവഹിച്ച് മദീനയുടെ മണൽപ്പരപ്പുകളെ ഉഴുതുമറിച്ച് പച്ചക്കുബ്ബയുടെ ചാരത്ത് ചെന്ന് വിനയത്തോടെ നിന്ന് അതിൻ്റെ ഉള്ളിൽ വിശ്രമിക്കുന്ന പുണ്യപ്രഭുവിനോട് സംവദിക്കാനും സംഭാഷണം നടത്താനും നമ്മുടെ ഹൃദയ ബിന്ദുക്കൾ എപ്പോഴാണോ ഉയരുന്നത്, നിങ്ങൾക്കാണ് വിജയമുള്ളത്. നമ്മുടെ മനസ്സിൽ നിന്ന് വരുന്ന സ്വലാത്ത് വേണം, ഹൃദയത്തിൽ നിന്ന് വരുന്ന നിസ്കാരം വേണം. അല്ലാഹുവിനെ വിളിക്കുമ്പോൾ ഞാൻ വീണ്ടും വീണ്ടും അവിടേക്ക് പോവുകയാണ്. വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. അല്ലാഹുവിനെ ഇഷ്ടം വെക്കുന്ന ഒരു മനസ്സ്, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രണയിക്കുന്ന ഒരു മനസ്സ് നമ്മളിൽ ഉണ്ടായാൽ നമ്മളെ തോൽപ്പിക്കാൻ ലോകത്തൊരാൾക്കും സാധ്യമല്ല. ഓ മുതഅല്ലിമുകളെ, നമുക്കല്ലാഹു നൽകിയ ഭാഗ്യം എന്താണ്? നമ്മുടെ സംവാദങ്ങൾ ആകാശത്തോടാണ്, നമ്മുടെ സമ്പർക്കങ്ങൾ ഉപരിലോകത്തോടാണ്. നമ്മൾ പറയുന്ന അറിവിന്റെ ഉറവ അൽ വഹയുൽ മുഹമ്മദി വൽ വഹയുൽ ഇലാഹി, അല്ലാഹുവിൽ നിന്നുള്ള വഹയാണ്. വഹയ് കൊണ്ട് സംസാരിക്കാൻ ഭാഗ്യം കിട്ടിയവരെ, നമ്മളതിന്റെ മൂല്യം അറിയണില്ല. നമ്മൾ ഒരു പള്ളിയിൽ ചെല്ലുമ്പോൾ ഒരു സാധാരണക്കാരൻ നമ്മളോടൊരു മസ്അല ചോദിക്കുന്നു എന്ന് വന്നാൽ അതിന്റെ അർത്ഥം എന്താണ്? ഈ വിഷയത്തിൽ അല്ലാഹുവിന്റെ തീരുമാനം എന്താണെന്ന് നിങ്ങളൊന്ന് പറയാമോ എന്നാണ് ആ ചോദ്യത്തിന്റെ അർത്ഥം. അല്ലാഹുവിന്റെ തീരുമാനം പറയാൻ ഭാഗ്യം ലഭിച്ചവരാണ് ആലിമുകൾ. അല്ലാഹുവിന്റെ തീരുമാനം പറയാൻ ഭാഗ്യം ലഭിച്ചവരാണ് മുതഅല്ലിമുകൾ. ഈ ലോകത്തെ നടപടിക്രമങ്ങളെക്കുറിച്ച് ലോകാധിപനായ പടച്ചവന്റെ ന്യായം പറയാൻ നിയോഗിക്കപ്പെട്ടവരാണ് നമ്മൾ. ഓരോ അഹ്ലിന്റെ ഇൽമുകാരും അഹ്ലുൽ ഇൽമുകാരും എന്ന് വന്നാൽ നമ്മുടെ ഭാഗ്യം എത്രയാണ്, നമ്മൾ മറന്നുപോയോ? അതിന് നമ്മൾ കേവലം പാഠപുസ്തകം വായിച്ചു വെച്ചാൽ പോരാ. നമുക്ക് സഹീഹുൽ ബുഖാരി ഓതിത്തരുന്ന സമയത്ത് നമ്മൾ കേട്ടു. സ്വന്തമായി ഒരു പ്രാവശ്യമെങ്കിലും സഹീഹുൽ ബുഖാരി ഒന്ന് വായിച്ചു തീർത്ത എത്ര പേരുണ്ട് നമ്മളിൽ? നമുക്ക് സ്വയം ചിന്തിക്കാനുള്ളതാണ്. ഞാനൊരു സഖാഫിയായി, അല്ലെങ്കിൽ സഅദിയായി, അല്ലെങ്കിൽ അമാനിയായി, അല്ലെങ്കിൽ ജൗഹരിയായി, അല്ലെങ്കിൽ ഏതോ നഈമിയായി, ബുഖാരിയായി, ഏത് ബിരുദധാരിയായി ഇറങ്ങുന്നതിന് മുമ്പും സഹീഹുൽ ബുഖാരി, ഇന്നമൽ അഅമാലു ബിന്നിയാത്ത് മുതൽ കലിമതാനി ഖഫീഫതാനി വരെ ഒരു വട്ടം പാരായണം ചെയ്യാൻ നമുക്ക് സമയം കണ്ടെത്തിയില്ലെങ്കിൽ നമ്മുടെ മുൻഗാമികളുടെ വഴിയെ നമ്മൾ സഞ്ചരിക്കുന്നുണ്ടോ? ആ ബുഖാരിയുടെ മധുരം നമുക്ക് കിട്ടിയോ? ആ ബുഖാരിയുടെ മധുരം നമുക്ക് കിട്ടിയോ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ തൊണ്ട് തുടങ്ങി, അല്ലെങ്കിൽ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഗുരുവര്യന്മാരിൽ നിന്ന് തുടങ്ങി വെച്ചു. ആ തുടക്കം മുതലുള്ള പാരായണം ഒരു പ്രാവശ്യം ഞാൻ ആത്മാർത്ഥമായി ലോകഗുരുവായ തിങ്കൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വചനം വായിക്കുകയാണ്. ഓ പ്രിയമുള്ളവരെ, ഹിജ്റയുടെ വഴി വായിച്ചപ്പോഴെപ്പോഴെങ്കിലും നമ്മുടെ കണ്ണ് നനഞ്ഞിട്ടുണ്ടോ? എവിടെയൊക്കെ എത്തി? പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം ഏതെല്ലാം തലങ്ങളിലൂടെ സഞ്ചരിച്ചു, ഏതെല്ലാം വഴികളിലൂടെ കടന്നുപോയി. അവിടുത്തെ പ്രയാണത്തിന്റെ മനോഹരമായൊരു പഠനം ഡോക്ടർ അബ്ദുള്ള അൽ ഖാലി നമുക്ക് നൽകിയിട്ടുണ്ട്. ഓരോ ദിവസവും എവിടെയായിരുന്നു നമ്മുടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന് കൃത്യമായി പ്രമാണങ്ങളിൽ നിന്ന് ലഭിക്കാവുന്ന അവലംബങ്ങളെ പരമാവധി പ്രയോഗിച്ചുകൊണ്ട് അദ്ദേഹം സമാഹരിച്ച ഒരു ആൽബമുണ്ട്.
ആ ആൽബത്തെ അവലംബിച്ചുകൊണ്ടാണ് നമ്മുടെ ട്വീറ്റിൽ ഹിജ്റ എഴുതിയിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്ര പുസ്തകത്തിൽ ഡോക്ടർ അബ്ദുല്ലാ അൽ ഖാദിയുടെ സഞ്ചാരക്കുറിപ്പുകളെ അവലംബിച്ചു. അപ്പോഴാണ് ഓരോ രാവും പകലും, ഓരോ നിശയും പ്രഭാതവും എൻ്റെ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടെയായിരുന്നു എന്നോർക്കുമ്പോൾ ഹിജ്റ വായിച്ചിട്ട് കണ്ണു നനയാത്തൊരു മുഅ്മിനുണ്ടാവില്ല. ഒന്ന് വായിക്കണേ കൂട്ടുകാരാ, ഹിജ്റത്തു റസൂലില്ലാഹ് सल्लल्लाहु अलैहि वसल्लम चमक तुझसे पाते हैं सब पाने वाले मेरा दिल भी चमका दे चमकाने वाले. ഹിജ്റ ഇങ്ങനെ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സ് സഞ്ചരിച്ചിട്ട് ഓരോ താഴ്വകളിൽ ചെല്ലുമ്പോൾ ആ താഴ്വരയുടെ സുഗന്ധം അനുഭവിക്കാൻ നമുക്ക് സാധിക്കുമ്പോഴേ ഹദീസ് നമ്മളിലേക്ക് കയറുന്നുള്ളൂ. നമ്മൾ അശ്രദ്ധമായി ഹദീസിന്റെ ക്ലാസ്സിൽ ഇരുന്നാൽ പഠനം കഴിഞ്ഞൊന്ന് വായിച്ചു നോക്കാനുള്ള നേരമില്ല, ആത്മാവ് ചേർത്ത് വെച്ചൊന്ന് പാരായണം ചെയ്യാനുള്ള സമയമില്ല എന്ന് വന്നാൽ ഹിജ്റയുടെ ഹദീസ് വായിക്കുമ്പോൾ ആ താഴ്വരകളുടെ സുഗന്ധം അനുഭവിക്കാൻ എങ്ങനെ കഴിയും? മിഅ്റാജിന്റെ ഹദീസ് വായിക്കുമ്പോൾ സറൈത മിൻ ഹറമിൻ ലൈലൻ ഇലാ ഹറമി കമാ സറൽ ബദ്റു ഫീ ദാജിൻ മിൻ അദ്ദുലമി. ഇസ്രാഇന്റെ പ്രയാണ വഴികളുടെ മാധുര്യം എങ്ങനെ അനുഭവിക്കാനാകും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബൈത്തുൽ മുഖദ്ദസിന്റെ ഉള്ളിലുള്ളപ്പോൾ അവിടുന്ന് കിട്ടിയ പാനീയത്തിന്റെ മധുരം നുണയാനുള്ള പാരായണം മിഅ്റാജ് എപ്പോഴാണോ നമ്മൾ വായിക്കുന്നത് അപ്പോഴാണ് ഇമാമുകളുടെ തുടർച്ചക്കാരായി നമ്മൾ മാറുക. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുത്ത പാനീയത്തിന്റെ മാധുര്യം ഒന്ന് മനസ്സിലേക്ക് വരുമ്പോൾ അവിടുന്ന് ഇപ്പോഴും കൊടുക്കുന്നു, ഇപ്പോഴും മുഹിബ്ബുകൾ നുണയുന്നു, ഇപ്പോഴും മുഹിബ്ബുകൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു. അറിയുമോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം അവിടുന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഅ്റാജിന്റെ പ്രയാണത്തിൽ ആകാശമണ്ഡലങ്ങൾ കടന്നു പോകുമ്പോൾ അവസാനം പുണ്യനബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ അല്ലാഹുവിലേക്ക് വിലയം തേടുന്ന ഒരു വിസാലുണ്ട്. അല്ലാഹുവിലേക്ക് അവിടുത്തെ ഏറ്റവും അഖറബായ അബ്ദ് ലയിച്ചു ചേരുന്ന ഒരു സമയമുണ്ട്. ആ സമയത്തെ ആസ്വദിക്കാനാണ് അത്തഹിയ്യാത്തിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു. നമ്മുടെ മിഅ്റാജ് അല്ലാഹുവിലേക്കല്ല, അല്ലാഹുവിന്റെ ഹബീബിലേക്കാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് പുണ്യനബി അല്ലാഹുവിലേക്ക് മിഅ്റാജ് ചെയ്തു. നമുക്ക് മിഅ്റാജ് ചെയ്യാനുള്ള സ്ഥലം എവിടേക്കാണ്? നമ്മൾ അത്തഹിയ്യാത്തിൽ നിന്ന് അഭിവാദ്യം ചെയ്യുമ്പോൾ അത്തഹിയ്യാത്തുൽ മുബാറകാത്തുസ് സ്വലവാത്തുത് ത്വയ്യിബാതു ലില്ലാഹ്, ലോകത്ത് ആവർത്തിക്കാവുന്ന ഏറ്റവും വലിയ സംഭാഷണമാണത്. ഇതിനേക്കാൾ ഉയർന്ന ഒരു സംഭാഷണവും ഉദ്ധരിക്കാനില്ല. ഇതിനേക്കാൾ മഹിഷ്ഠമായ ഒരു വാചകവും നമുക്ക് സംഭാഷണത്തിൽ നിന്ന് എടുക്കാനില്ല. കാരണം എന്തേ? അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അല്ലാഹുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയ സംഭാഷണമാണ് അത്തഹിയ്യാത്തുൽ മുബാറകാത്തു അസ്സലവാത്തു ത്വയ്യിബാതു ലില്ലാഹ്. അഫ്ദലുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ റജബിന്റെ മാസത്തിൽ മിഅ്റാജിന്റെ ഓർമ്മകൾ ഉള്ള രാവുകളാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചേർന്നു. ഫദനൗ തഅവദനാ ثم ദനാ ഫതദല്ലാ. അല്ലാഹുവിലേക്ക് ലയിച്ചു ചേർന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്തിച്ചേർന്ന ഘട്ടത്തെക്കുറിച്ച്
ഇമാമെ അഹമ്മദ് റസാ ഖാൻ ഫാദിലെ ബറേൽവി തങ്ങൾ പറയാണ്, എന്തേ യാനി മെഹബൂബോ മുഹിബ് മേ നഹി മേരാ തേരാ. അതാണ് വിസാൽ, അതാണ് ലയനം, അതാണ് ഹബീബ് റബ്ബിലേക്ക് ലയിച്ചത്. ആ സമയത്ത് പറഞ്ഞു, എൻ്റെ അനുയായികൾക്ക് എന്നിലേക്കൊന്നു ലയിക്കാനിടം വേണം.